കോൺഗ്രസിനെയും ബി.ജെ.പിയെയും CPM ഇപ്പോഴും കളിയാക്കുന്ന ഒരു സഖ്യമുണ്ട്, കോലീബി സഖ്യം. ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ എതിർപ്പുമായി വന്നിരിക്കുന്ന സഖ്യം അതിലും വിചിത്രമാണ്. മുസ്ലിം ലീഗ്, CPM, പള്ളി, ക്വാറി. എന്തൊരു കൂട്ടുകെട്ട് എന്ന് ആരും സംശയിച്ചു പോകുന്ന ഈ സഖ്യമാണ് എല്ലാ പ്രതിഷേധങ്ങൾക്കും പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നത്. മലയോരത്തെ ജനങ്ങളിൽ വിവേകശാലികളായ ഒരുപാട് പേരുണ്ട്. മലയോരത്തല്ലാതെയും സാധാരണക്കാരായ ഒരുപാട് വിവേകശാലികളായ ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കെല്ലാവർക്കും ഈ കൂട്ടുകെട്ടിൽ പലരുടെയും സ്ഥാപിത താൽപര്യം എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. ജനങ്ങളുടെ ആശങ്കയെ ചട്ടുകമാക്കിക്കൊണ്ട് സ്വന്തം താൽപര്യം സംരക്ഷിക്കുന്നവർ മറഞ്ഞിരിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ അക്രമം നടന്നത് താമരശ്ശേരിയിലാണ്. റിപ്പോർട്ട് ബാധകമാകുന്ന വില്ലേജുകളിൽ താമരശ്ശേരി എന്നൊരു പേരില്ല. അന്നേ ദിവസം താമരശ്ശേരി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നില്ല, പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നില്ല. താമരശ്ശേരിയിൽ സാധാരണ പ്രതിഷേധങ്ങൾ നടക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. പക്ഷേ ഇപ്പറഞ്ഞ ദിവസം മാത്രം പ്രതിഷേധം നടന്നത് താമരശ്ശേരി മുക്കിൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറയുന്ന നിബന്ധനകളിൽ ഉൾപ്പെടുന്ന 1 ഇഞ്ച് ഭൂമി പോലും താമരശ്ശേരി മുക്കിലില്ല. പക്ഷേ 500 മീറ്ററിനടുത്ത് വനം വകുപ്പിന്റെ ഓഫീസുണ്ട്. ഈ ഓഫീസിൽ ചന്ദനത്തടി കടത്തിന്റെയും വനം കയ്യേറ്റത്തിന്റെയും പേരിലുള്ള കേസുകളുടെ രേഖകളുണ്ട്. ജീരകപ്പാറയിലെ ഒരു വനം കയ്യേറ്റ കേസിന്റെ രേഖകളും ഈ ഓഫീസിലുണ്ട്. ഇതിൽ ഒരു കേസിൽ C. മോയിൻകുട്ടി MLA യുടെ സഹോദരനും ഉൾപ്പെട്ടിട്ടുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് ആശങ്കയുള്ള ഉൾപ്രദേശങ്ങളിലെ നല്ല മനുഷ്യരെ വണ്ടിയിൽ കൊണ്ടുവന്ന് താമരശ്ശേരി മുക്കിൽ വനം വകുപ്പ് ഓഫീസിനടുത്ത് പ്രതിഷേധം നടത്തി ഓഫീസും രേഖകളും കത്തിച്ചത് ആരായിരിക്കും? താമരശ്ശേരി രൂപതയുടെ ചാൻസലറാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പള്ളികളുടെ ഭൂമി പാട്ടത്തിനെടുത്ത് ക്വാറി നടത്തുന്നവർ ഈ മേഖലയിൽ ധാരാളമുണ്ട്. ഒരു ലൈസൻസിൽ പല ക്വാറികൾ നടത്തുന്നവർ അതിലുമേറെ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ നിബന്ധനകൾ നടപ്പിലായാൽ ക്വാറികൾ പൂർണ്ണമായും നിലയ്ക്കും. ഖനനം നിർത്തണമെന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന നിർദ്ദേശം. ക്വാറി ഉടമകളെ സഹായിക്കാൻ വൈദികന്മാർ മുന്നിട്ടിറങ്ങണോ? വൈദികന്മാർ സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിനും ആത്മീയ നേതൃത്വത്തിനും അപ്പുറമുള്ള ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമാക്കേണ്ടി വരും. ബന്ധുക്കൾക്ക് ക്വാറികളുണ്ടോ, ഭൂവുടമകളാണോ എന്നെല്ലാം പറയാനും ഇവർക്ക് ബാധ്യതയുണ്ട്. ഇവർക്കു വേണ്ടി വാർത്തകൾ കൊടുക്കാത്തതുകൊണ്ടാണത്രേ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് വാഹനങ്ങൾ കത്തിച്ചത്. ഇതിൽ പരം വിവരക്കേട് പറയാനുണ്ടോ? ഇതുവരെ പറഞ്ഞത് ആത്മീയ നേതൃത്വം നൽകുന്നവരുടെ കാര്യം. ഇനി പറയാനുള്ളത് ഇപ്പറഞ്ഞ ആത്മീയ നേതൃത്വത്തിൽ പലരുടെയും ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന CPM അടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ കാര്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ അടക്കം മുൻനിർത്തിക്കൊണ്ട് 70കളിൽ സമരം തുടങ്ങി മുദ്രാവാക്യം മുഴക്കിയ CPM ഇന്ന് ക്വാറി പാർട്ടിയായി മാറി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾപ്പെടും. നികൃഷ്ടജീവികളുമായി കൂട്ടുപിടിക്കാൻ പിണറായി വിജയൻ നടത്തുന്ന ശ്രമത്തെ അപഹാസ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. സഖാവ് ബിനോയ് വിശ്വം എന്ന വ്രണിത ഹൃദയനായ പരിസ്ഥിതി സ്നേഹിയെ പുറത്തു കണ്ടിട്ട് കുറച്ചുനാളായി. സോളാർ കേസ് കാലം മുതൽ മൗനവ്രതത്തിലിരിക്കുന്ന സഖാവ് MA ബേബി എന്ന പരിസ്ഥിതി സംരക്ഷകനെയും കാണാനില്ല. പശ്ചിമഘട്ട മലനിരകളിൽ സാധാരണ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഭൂതക്കണ്ണാടി വെച്ച് പഠിക്കുകയാവും എന്ന് പ്രതീക്ഷിക്കാം. നന്നായി പഠിച്ച ശേഷം ഇവർ രണ്ടുപേരും പരസ്യ പ്രതികരണം നൽകും എന്ന് കവർ സ്റ്റോറി പ്രതീക്ഷിക്കുന്നുണ്ട്. വെറുതെയാണെങ്കിലും ആഗ്രഹിക്കാമല്ലോ. സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ നേതാവാണ് പിണറായി വിജയൻ. NSSനെതിരെയും ക്രിസ്തീയ സഭാധ്യക്ഷന്മാർക്കെതിരെയും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ വിമർശനമുയർത്തിയിട്ടുണ്ട്. കാന്തപുരത്തിനെതിരെയും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 4 വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം വിമോചന സമരക്കാരുടെ കൂട്ടുപിടിക്കുന്ന CPMനെ കാണുമ്പോൾ ക്വാറി പാർട്ടി എന്ന് ആവർത്തിക്കുകയല്ലാതെ എന്തു പറയാൻ? കസ്തൂരിരംഗൻ റിപ്പോർട്ട് പെട്ടെന്ന് എങ്ങനെ നടപ്പിലാക്കേണ്ടതല്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നടപ്പാക്കാൻ പാടില്ലെന്നാണ്. അതെ, ഈ രൂപത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
PT തോമസ് എന്ന ജനപ്രതിനിധിയെ ജനപ്രതിനിധിയാക്കാൻ പരിശ്രമിച്ച അദ്ദേഹത്തിനോടൊപ്പം നിന്നവർ തന്നെയാണ് ഇതിൻ്റെ ദുരിതങ്ങൾക്കെതിരായി അനുഭവിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഈ നാടിനെ ആകെ തകർക്കുന്ന ഒരു സമീപനമാണ്. അതിനെ ന്യായീകരിക്കുന്ന സമീപനം MP ഏത് രീതിയിലെടുത്താലും പൂർണ്ണമായി അതിനെ എതിർക്കേണ്ടതാണ്. MP ആ തെറ്റ് തിരുത്തേണ്ടതാണ്. അദ്ദേഹത്തിനത് കഴിയുമോ എന്ന് എനിക്കറിയില്ല. വയനാടും ഇടുക്കിയും ഇടതുപക്ഷത്തിന്റെ ബാലികേറാമല. കുടിയേറ്റ കർഷകരെ കൂട്ടുപിടിക്കുന്നത് കേരള കോൺഗ്രസും പിന്നെ കോൺഗ്രസും. കേരള കോൺഗ്രസ് ഇപ്പോൾ റബ്ബറിന്റെയും കസ്തൂരി രംഗന്റെയും പേരിൽ കോൺഗ്രസുമായി ചെറിയ പിണക്കത്തിൽ. ജനങ്ങൾക്കാണെങ്കിൽ പലതരത്തിലുള്ള ആശങ്ക. ഇതുതന്നെ പറ്റിയ സമയം എന്നുറപ്പിച്ച് വോട്ടു രാഷ്ട്രീയം കളിക്കുകയാണ് CPM. പതിവിന് വ്യത്യസ്തമായി ഇതിൽ VS-ഉം പിണറായിയും തോളോട് തോളുണ്ട്. പാർട്ടി നന്നായി പോയി എന്ന് ചുരുക്കം. പരിസ്ഥിതി ലോലം എന്നു പറയുന്ന പ്രദേശങ്ങളിൽ വീട് വയ്ക്കാനും സ്ഥലം വിൽക്കാനും കൃഷി ചെയ്യാനും തടസ്സമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് തടസ്സം? അത് എങ്ങനെ മാറ്റാം? മലഞ്ചെരുവുകളിലും താഴ്വാരത്തുമൊക്കെ താമസിക്കുന്നവരും കൃഷി ചെയ്യുന്നവരും ആ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രകൃതിക്കിണങ്ങിയ നിർമ്മാണ രീതികളും കൃഷിരീതികളും വേണ്ടിവരും. ദീർഘകാലത്തേക്ക് പരിസ്ഥിതിയും മനുഷ്യനും നിലനിൽക്കാൻ ഈ സഹകരണമാണ് വേണ്ടത്. അതങ്ങനെ വരാത്തതുകൊണ്ടാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. പുതിയ സാഹചര്യത്തിൽ നടപ്പായ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇനി എന്തു വേണം എന്ന് ജനാഭിപ്രായം സ്വരൂപിച്ച് കേന്ദ്രത്തിന് നൽകണം. അതു നടപ്പാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ഭേദമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ മുൻകൈയെടുക്കുകയായിരുന്നു CPM ചെയ്യേണ്ടിയിരുന്നത്. കൂട്ടത്തിൽ കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞ് വോട്ടു രാഷ്ട്രീയവും ആകാമായിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസ് പരിസ്ഥിതി സ്നേഹികളും ഇടതുപക്ഷം പരിസ്ഥിതി വിരുദ്ധരുമാകുന്ന വിചിത്ര കാഴ്ചയാണ് കേരളത്തിൽ. ചിരിക്കാതെ എന്തു ചെയ്യും? നിബന്ധനകൾ വരുന്നതിനു മുമ്പ് കർണാടകത്തിലും ഗോവയിലും ഖനനം എല്ലാ അതിർത്തികളും ലംഘിച്ച് മുന്നേറി. അനധികൃത നിർമ്മാണങ്ങൾ തുടങ്ങി. കടുംവെട്ടിന് തടയിടാനാണ് മാർഗരേഖ ഇപ്പോൾ പുറപ്പെടുവിച്ചത്. നടപ്പാക്കുന്നത് ഗഡ്ഗിൽ റിപ്പോർട്ടാണ് എന്ന് എല്ലാവരും പ്രചരിപ്പിക്കുന്നു. ഇവിടെ എന്തു നടക്കും എന്തു നടക്കില്ല എന്ന് വ്യക്തതയോടെ പറയാൻ മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല. ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഇടുക്കി ബിഷപ്പല്ല, അത് UDF-ഉം കോൺഗ്രസുമാണ്. KPCC യോഗം കൂടി മൂലമറ്റത്തെയും കട്ടപ്പനയിലെയും പള്ളിയിലെ വികാരിയച്ഛന്മാരെ തീരുമാനിക്കാൻ പോയാൽ തിരുമേനി സമ്മതിക്കോ? മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പാനിക് ഉണ്ടാക്കിയ ആളുകൾ, ഇത് മുഴുവൻ തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം സമരം നടത്തിയ ആളുകൾ, അതേ ശൈലി തന്നെ അവലംബിച്ചുകൊണ്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പേരിലുണ്ടായ വിജ്ഞാപനത്തിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങളെ ഇളക്കിവിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തി, തെറ്റായ പ്രചരണങ്ങൾ നടത്തി സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ പേടിയെ ഒട്ടും കുറച്ചു കാണുന്നില്ല, ഒട്ടും കുറച്ചു കാണരുത്. ആ പേടി മാറ്റേണ്ടത് അത്യാവശ്യവുമാണ്. അതിനുവേണ്ടത് വന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളിലുള്ള വ്യക്തതയാണ്. കിട്ടുന്ന അവസരത്തിൽ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യലാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ എഴുതി സമ്മതം നൽകിയിട്ട് പുറത്തു വന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത് നല്ല രാഷ്ട്രീയ രീതിയല്ല. ഇനിയെങ്കിലും മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന ഭരണപക്ഷവും CPM-ഉം CPI-യുമുള്ള ഇടതുപക്ഷവും തറ രാഷ്ട്രീയ കളി നിർത്തിവെച്ച് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധിക്കകം സാധാരണക്കാരായ കർഷകരുടെ ആശങ്ക പരിഹരിക്കാൻ കൂട്ടായി ശ്രമിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ റോൾ മതമേലധ്യക്ഷന്മാർക്ക് വിട്ടുകൊടുക്കുകയെങ്കിലും ചെയ്യരുത്. സോളാറിലെ പുതിയ വെളിപ്പെടുത്തലുകളും ഫയാസിന്റെ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളും അതുപോലെ തന്നെ കേരള കോൺഗ്രസിലും മറ്റുമുള്ള മുന്നണി രാഷ്ട്രീയ പ്രശ്നങ്ങളും UDF-ൽ കോൺഗ്രസിനടക്കം മറച്ചുവെക്കാനും മാറ്റി നിർത്താനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. TP വധമടക്കമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പാർട്ടി നേരിടുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ, ഫയാസിന്റെ ബന്ധത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ, CPM അടങ്ങുന്ന ഇടതുപക്ഷത്തിനും ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കാനുണ്ട്. മുഖ്യധാരാ പാർട്ടികളായ കോൺഗ്രസും CPM-ഉം വിചാരിച്ചാൽ പൊതുജന ശ്രദ്ധ മാറ്റിവിടാൻ എളുപ്പവുമാണ്. അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങൾ കൂടി ഇപ്പോഴത്തെ അക്രമ സമരത്തിനും തെറ്റിദ്ധാരണ ജനിപ്പിക്കലിനും പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ട കാര്യമുണ്ട്. അതല്ല എങ്കിൽ ആത്മീയ നേതൃത്വങ്ങളുടെ വഴിവിട്ട പോക്കിനെ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരുപോലെ സഹായിക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.